വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. നമ്മൾ ഇന്ന് മുതൽ LGS ബേസ്ഡ് ടോപ്പിക്സിന് ഫോളോ ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് LGSന് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഒരു എക്സാം എഴുതി അത് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എല്ലാ എക്സാമുകളും പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം LGS ബേസ്ഡ് ടൈം ടേബിൾ ഫോളോ ചെയ്തു പോവാം. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ LGS ബേസ്ഡ് ടൈം ടേബിൾ എന്ന് പറയുമ്പോഴും അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പഠിക്കുന്നതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് നമുക്ക് ആദ്യം LGS ലെവലിൽ പഠിച്ചിട്ട് അതിന്റെ മുകളിലോട്ട് LDC അങ്ങനെ പഠിച്ചു പോവാം. ഇതേ ഫാക്ട്സ് തന്നെയാണ് നമ്മൾ LDCയിലും പഠിക്കുന്നത്. കുറച്ച് അഡീഷണൽ ടോപ്പിക്സും കൂടെ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്ക് LDCക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സും കവർ ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതിൽ ഫസ്റ്റ് ഡേ നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള ഭൂപ്രകൃതി വിഭജനമാണ്. കേരള ഭൂപ്രകൃതി വിഭജനമാണ് നമ്മൾ ആദ്യത്തെ ഡേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ദിവസം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. മൂന്നാമത്തെ ദിവസം നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമാണ്. ഇനി ഓരോ ഡേയിലെ ടോപ്പിക് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. ഇനി മൂന്നാമത്തെ ഡേ നമ്മൾ പറഞ്ഞു അത് മൗലികാവകാശം മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. 2-3 ദിവസം കൊണ്ട് നമ്മൾ മൗലികാവകാശം മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി നാലാമത്തെ ദിവസം നമ്മൾ വിറ്റാമിനുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ഡേ നമ്മൾ പഠിക്കുന്നത് വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികളുടെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത്. 6th ഡേ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചും സാമ്പത്തിക മേഖലയെ കുറിച്ചുമാണ് മനസ്സിലാക്കുന്നത്. 6th ഡേ അങ്ങനെ 6th ഡേ കഴിയുമ്പോഴത്തേക്കും 7th ഡേ നമ്മൾ റിവിഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 6 ഡേയ്സ് നമ്മൾ കണ്ടന്റ് ഫോളോ ചെയ്ത് പോകും, ഫാക്ട്സ് ഒക്കെ പഠിക്കും. 7th ഡേ നമ്മൾ റിവിഷൻ ആണ്. ആ റിവിഷൻ ബേസ്ഡ് ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ 7 ദിവസത്തെ ടൈം ടേബിൾ ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രകാരം നമുക്ക് ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് നോക്കാമെന്നും കൂടെ നോക്കാം. കേരള ഭൂപ്രകൃതി വിഭജനമാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ടോപ്പിക്. അത് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ചാപ്റ്റേഴ്സും കൂടെ ഒന്ന് വായിച്ചു പോകണം. സ്റ്റാൻഡേർഡ് 5th 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ കേരളക്കരയിൽ, അതുപോലെ സ്റ്റാൻഡേർഡ് 6 3ാമത്തെ ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യനും. ഈ 2 ചാപ്റ്റേഴ്സും കൊണ്ട് നമ്മൾ കേരള ഭൂപ്രകൃതി വിഭജനത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. ഇതും കൂടെ നമ്മൾ ആ പഠിക്കുന്ന ടോപ്പിക്കിനോടൊന്ന് വായിച്ച് അതിലുള്ള ഫാക്ട്സും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഡേ 2 നമ്മൾ പഠിക്കാൻ പോകുന്ന മൗലികാവകാശങ്ങളും കർത്തവ്യങ്ങളാണ്. അത് നമ്മൾ നോക്കാനുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് ഏതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ 1ാം ചാപ്റ്റർ ജനാധിപത്യ അവകാശങ്ങളും, 7ാം ക്ലാസ്സിലെ 10ാം ചാപ്റ്റർ നമ്മുടെ ഭരണഘടന, 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെന്റ്, 9ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്റർ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, 9ാം ക്ലാസ്സിലെ 8ാം ചാപ്റ്റർ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ആ ടോപ്പിക്കിനോടൊപ്പം നോക്കേണ്ടതാണ്. അപ്പം 2 ദിവസത്തെ ടോപ്പിക്കാണ് തൽക്കാലം നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കിയത്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് അടുത്ത ദിവസങ്ങളിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോകും. അപ്പൊ ഇത്തരം ഒരു ക്ലാസ് ഫോളോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ക്ലാസ് ഫോളോ ചെയ്യണം. ഈ ടൈം ടേബിൾ നമുക്ക് ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസവും കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ക്ലാസ്സുകൾക്കായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യണം. ടിൽ ദെൻ ബൈ ഫ്രം മീ.